ചേച്ചി ഗ്യാസൊക്കെ ഒന്ന് നോക്കി കത്തിക്കേ. ബുക്ക് ചെയ്തിട്ട് 45 ദിവസവും കിട്ടാനായിട്ട്. അത് സാരമില്ല പോലെ, ഞാൻ 10-15 വർഷം കൊണ്ട് ഇത് ഉപയോഗിക്കുന്നത്. ഈ മുറ്റത്തുനിന്ന് തന്നെ കിട്ടുന്ന ഗ്യാസ് അല്ലേ? മുറ്റത്തുനിന്ന് കിട്ടുന്ന ഗ്യാസ് ആണ് ഇവിടെ. കൊഴൽക്കിണർ താത്തപ്പോ കിട്ടിയ 15 വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് വലിയ തോതിലുള്ള LPG ക്ഷാമം നേരിടുകയാണ് നമ്മൾ. എന്നാൽ എത്ര തന്നെ LPG ക്ഷാമം ഉണ്ടായാലും ആലപ്പുഴ ആറാട്ടുവഴിയിലെ ഈ ഒരു വീട്ടിൽ അടുപ്പ് പുകയാതിരിക്കില്ല. കാരണം ഈ വീട്ടുമുറ്റത്തു നിന്ന് തന്നെ പ്രകൃതിവാതകം നേരിട്ട് അടുക്കളയിലെത്തുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം വീട്ടുകാരനായ രമേശൻ ചേട്ടൻ ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ വീട്ടുമുറ്റത്ത് നിന്ന് പ്രകൃതിവാതകം നേരിട്ട് അടുക്കളയിലേക്ക് എത്തുന്നത്? അത് ഞങ്ങൾ ഒരു 10-15 വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു ബോർവെൽ താത്താൻ ശ്രമിച്ചായിരുന്നു. അപ്പോൾ ഒരു 20 മീറ്ററോളം താത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വെള്ളം അടിച്ച് നോക്കിയപ്പോൾ വെള്ളം കിട്ടുന്നില്ല. കുറേ കക്കയും മണ്ണും ഒക്കെയാണ് പൊങ്ങി വന്നത്. അങ്ങനെ പൈപ്പ് വർക്ക് ഫെയിലായെന്നും പറഞ്ഞ് പ്ലംബർ അങ്ങ് പോയി. 2 ദിവസം വെറുതെ ഇട്ടിരുന്നില്ല. 3-ാമത്തെ ദിവസം വീണ്ടും വന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വീണ്ടും പൈപ്പ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീപ്പെട്ടിക്കുള്ളിൽ വരച്ച കത്തി തീയായപ്പോൾ കുറേ വെള്ളം ഒഴിച്ചത് കെടുത്തി. വീണ്ടും പേപ്പർ കത്തിച്ച് നോക്കിയപ്പോൾ വീണ്ടും ആളി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഗ്യാസാണ്. ചേച്ചി ഇത് ഗ്യാസാണ് ഈ വരുന്നത്. എന്നാൽ അവൾ പറഞ്ഞ് അടുക്കളയിലോട്ടെടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിലോട്ടെടുത്ത് അന്ന് അയാൾ തന്നെ വന്ന് പ്ലംബറായിരുന്നു. പ്ലംബർ വീട്ടിൽ നിന്ന് വാട്ടർ ഹീറ്ററിന് ഉപയോഗിക്കുന്ന പൈപ്പായിട്ടിരിക്കുന്നു. അന്ന് മുതൽ ഞങ്ങളിത് ഉപയോഗിക്കുക. അന്ന് തന്നെ കടിച്ചായിട്ട് വന്നവർക്കും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സർക്കാരിൽ നിന്ന് ONGCക്കാർ വന്ന്, പിന്നെ വാട്ടർ അതോറിറ്റിക്കാർ വന്ന്, അവരെല്ലാം വന്ന് ചെക്ക് ചെയ്ത് ഇവിടുന്ന് ഗ്യാസ് എടുത്തുകൊണ്ട് പോയി ചെക്ക് ചെയ്തവർ. എന്നിട്ട് ഇത് അപകടം പിടിച്ചൊരു ഗ്യാസൊന്നും അല്ല, നിങ്ങൾ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ 15 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കണം. ഒരു കുഴപ്പമില്ല. ഇന്ന് വരെ ഷോർട്ടേജ് വന്നിട്ടുമില്ല. മഴ വരുമ്പോൾ ഒരു ചെറിയൊരു ഫ്ലെയിമിനൊരു ചെറിയ വീക്കം ഉണ്ടാകും, ചെറുതാകും. എന്നാലും ഞങ്ങളുടെ ആവശ്യങ്ങളാണ്. എന്താവശ്യത്തെ ഞാൻ ഈ വീട്ടിലിവിടെ എന്തെല്ലാം ചെയ്യുന്ന എല്ലാം ഇവിടെ ചെയ്യുന്നത്. ഞങ്ങൾ ഒരു സ്റ്റൗ അതിനകത്ത് ഇരിപ്പുണ്ട്, മറ്റേ LPGയുടെ. അത് രാത്രി കാലങ്ങളിൽ അത്യാവശ്യം തോന്നി കുഞ്ഞുള്ളത് കൊണ്ട് ഇച്ചിരി വെള്ളം ചൂടാക്കുവോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാറ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിലാണ് ചെയ്യും, എല്ലാം ചെയ്യുന്നത്. ഇന്നിപ്പോൾ നേരം വിളിച്ച് ചോറ് വെച്ച് കറി വെച്ച് ചക്ക കുഴച്ച് എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. വെള്ളം തിളപ്പിച്ച് അപ്പം ഉണ്ടാക്കി കറി ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കിയിട്ടാണ് പോയത്. ഗ്യാസ് ചേച്ചി നേരത്തെ പാചകം ചെയ്തിട്ടുണ്ടല്ലോ, എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഉണ്ട്, വ്യത്യാസമുണ്ട്. മറ്റേന് ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. ഒരല്പം ഇത്തിരി വ്യത്യാസമുള്ള. അതിന് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ തിളപ്പിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഒരല്പം ഇതിനേക്കാളും ഇച്ചിരി സ്പീഡ്, അതിനാണ് ചൂട് കൂടുതൽ പെട്ടെന്നാകുന്നത്. എന്നുവെച്ചാൽ ഒരിത്തിരി വ്യത്യാസം, ഒരു മിനിറ്റിൻ്റെ വല്ല വ്യത്യാസം വരുത്തുള്ളൂ. അല്ലാതെ വലിയ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിങ്ങനെ കൂട്ടി വെച്ചാൽ പാത്രത്തെ കരി പിടിക്കും, കൂട്ടി വെച്ചാൽ. അതേസമയം നമ്മൾ കുറച്ചാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ആ പ്രശ്നമുണ്ട്. ഈ അടുത്ത് വേറെ എവിടെന്നെങ്കിലും ഇങ്ങനെ ഗ്യാസ് കിട്ടിയതായിട്ട്? വേറെ 2-3 സ്ഥലങ്ങളിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് ഒരു വീട്ടിൽ കിട്ടിയത്. പക്ഷെ അവരുടെയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും നിന്ന് വേറൊരു കൂട്ടർ ഇതുപോലെ അപ്പം ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു, പിന്നെ വട്ടയപ്പം ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു അവർ ഇത് വെച്ചിട്ട്. പക്ഷെ അവരുടെയൊക്കെ പോയെന്നാണ് അറിഞ്ഞത്. ആരുടെയും ഇപ്പം നിലവിലില്ലെന്നാ പറയും. അപ്പോൾ അതാണ് രത്നമ്മ ചേച്ചിയുടെ കഥ. 15 വർഷമായിട്ട് ഈ ഒരു പ്രകൃതിവാതകം വീട്ടുമുറ്റത്തുനിന്ന് എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വീട്ടമ്മ.